ഹായ് നമസ്കാരം. അടുത്ത ശനി ജൂലൈ 20 LP സ്കൂൾ ടീച്ചർ എക്സാം ആണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു മോക്ക് ടെസ്റ്റ് നടത്തി നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്യാൻ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഏത് സമരത്തിന് മുന്നോടിയായാണ് ഗാന്ധിജി ഇപ്രകാരം കത്തെഴുതിയത്? ഉത്തരം ഓപ്ഷൻ എ. കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ഒന്നാമത്തത് ഓപ്ഷൻ എ ഖേദ സത്യാഗ്രഹം, ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം, ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ഡി വ്യക്തി സത്യാഗ്രഹം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? അറിയാവുന്നവരെഴുതുക. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിസ്സഹകരണ സമരം. ഉത്തരം ബി നിസ്സഹകരണ സമരം. രണ്ട്, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ ആസിഫ് അലിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ജയപ്രകാശ് നാരായൺ. ആരാണ് ഉത്തരം? രണ്ടാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ഗാന്ധിജിയാണ്. ഓപ്ഷൻ എ ഗാന്ധിജിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലിയെ വിശേഷിപ്പിച്ചത്. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേരുകയും തൻ്റെ 26-ാം വയസ്സിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം 3 ഓപ്ഷൻ ഡി ആണ്. വക്കം അബ്ദുൽ ഖാദർ. ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ. നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം. 1928 സ്ഥാപിതമായ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? ഓപ്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1 ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. ഇതിൽ ഓപ്ഷൻ എ ബി സി ഡി കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് നേതൃത്വം നൽകിയത്? നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്താണ്? 1928 സ്ഥാപിതമായ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ഇവരെല്ലാവരുമാണ്. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. ഓക്കെ. നെക്സ്റ്റ്, ആഴമേറും നിൻ മഹസ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ശ്രീനാരായണ ഗുരു രചിച്ച ഏതു കൃതിയിൽ നിന്നുള്ള വരികളാണിവ? ഓപ്ഷൻ എ ആത്മോപദേശ ശതകം, ഓപ്ഷൻ ബി ദർശനമാല, ഓപ്ഷൻ സി ദൈവ ദശകം, ഓപ്ഷൻ ഡി അദ്വൈത ദീപിക. അഞ്ചാമത്തെ ഉത്തരം ഓപ്ഷൻ സി ദൈവ ദശകമാണ് ഉത്തരം. ഓപ്ഷൻ സി ദൈവ ദശകം. ഓക്കെ. നെക്സ്റ്റ് 6, 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചു കൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. ഇതിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണ്? കെ കേളപ്പൻ, ഇ മൊയ്തു മൗലവി, MP നാരായണ മേനോൻ, AV കുട്ടിമാളു അമ്മ. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? അതിൻ്റെ ഉത്തരവും ഓപ്ഷൻ ഡി ആണ്. എന്താണ്? കെ കേളപ്പൻ, ഇ മൊയ്തു മൗലവി, MP നാരായണ മേനോൻ, AV കുട്ടിയാളു അമ്മ എന്നിവർ 1942 ഓഗസ്റ്റ് 9
ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, കർമ്മവിഭാഗം എന്ന കൃതി രചിച്ചത് ആരാണ്? കർമ്മവിഭാഗം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. 7 ഓപ്ഷൻ സി ഏതാണ്? VT ഭട്ടതിരിപ്പാടാണ് കേട്ടോ ഉത്തരം. നെക്സ്റ്റ്, 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. അവ ഏതെല്ലാമാണ് എന്നാ ചോദിച്ചത്. അതിലിവിടെ 5 പറഞ്ഞിട്ടുണ്ട്. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. 5ാമത്തെ യൂഫ്രട്ടീസ് ആണ്. അപ്പം അതിൽ ഏതെല്ലാം എന്നാന്ന് ചോദിച്ചാൽ സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിവയാണ് കേട്ടോ വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒമ്പതാമത്തെ ചോദ്യം. ചൈനീസ് സംസ്കാരത്തിൻ്റെ ഭാഗമായി അവർ തയ്യാറാക്കിയ കലണ്ടറിൽ ഒരു വിഷയത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു? ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു? 9ാമത്തെ ചോദ്യമാണ്. 295, 365, 365, 295 ഏതാണ്? 9ാമത്തെ ചോദ്യമാണ്. ഉത്തരം സി ആണ്. ഏതാണ്? 365 ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ്, ലംഗ്രാഞ്ച് പോയിന്റ് 1 എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഏതാണ്? ചന്ദ്രയാൻ 1, ഗഗൻയാൻ 1, ആദിത്യ L1, നിസാർ 1. 10 ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആദിത്യ L1 ആണ് കേട്ടോ ഉത്തരം. ഇനി നെക്സ്റ്റ്, 141ാമത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന് വേദിയായത് ഡൽഹി, മുംബൈ, കൊച്ചി, ഹൈദരാബാദ്. എവിടെയാണ്? 11 ബി മുംബൈ ആണ്. 11 ബി മുംബൈ. 12 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ പ്രവർത്തനം. ഉത്തരം ഓപ്പറേഷൻ അജയ്, ഓപ്പറേഷൻ കാവേരി, ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ ദോസ്ത്. 12 ഓപ്ഷൻ ഏതാണ്? എ ഓപ്പറേഷൻ അജയ് ആണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ പ്രവർത്തനം. ഓക്കെ, നെക്സ്റ്റ്, ഹിമാലയൻ നദികളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതെല്ലാമാണ്? വിസ്തൃതമായ വൃഷ്ടി പ്രദേശം, അപരദന തീവ്രത താരതമ്യേന കുറവ്, ഉയർന്ന ജലസേചന ശേഷി, സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. 13 ഉത്തരം ബി ആണ് കേട്ടോ. ഇത് കുറച്ച് പ്രയാസമുള്ള ചോദ്യമാണ്. ഏതാണ്? അപരദന തീവ്രത താരതമ്യേന കുറവാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ചോദ്യമാണ്. ഉപദ്വീപീയ പ്രദേശങ്ങളിൽ മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം ഏതാണ്? 14 എക്കൽ മണ്ണ്, പർവ്വത മണ്ണ്, ലാറ്ററേറ്റ് മണ്ണ്, കറുത്ത മണ്ണ്. സി ലാറ്ററേറ്റ് മണ്ണാണ്. അടുത്ത ചോദ്യം. നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ജാതകം ഇപ്രകാരം ആമുഖത്തെ വിശേഷിപ്പിച്ചത്. N.A. പൽക്കിവാല, K.M. മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ,
ഏണസ്റ്റ് ബാർ 15. ഉത്തരം ഏതാണ്? KM മുൻഷിയാണ് എന്ത് പറഞ്ഞത്? നമ്മുടെ ആമുഖത്തെ നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, ഓപ്ഷൻ ബി ബംഗാൾ ബാങ്ക്, ഓപ്ഷൻ സി ബാങ്ക് ഓഫ് ബോംബെ, ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് കൽക്കട്ട. 16 ഏതാണ്? ഓപ്ഷൻ എ ഏതാണ്? ഓപ്ഷൻ എ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. നെക്സ്റ്റ്, ചുവടെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക സാമൂഹ്യ സംഘത്തിന് ഉദാഹരണം? കുടുംബം, ക്ലബ്ബുകൾ, ഫുട്ബോൾ ടീം ഇവയൊന്നുമല്ല. ഏതാണ്? 17 പ്രാഥമികം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വീട്ടിൽ നിന്നാണ് കിട്ടുക, കുടുംബമാണ്. ഏതാണ്? ഉത്തരം കുടുംബമാണ്. നെക്സ്റ്റ്, VS അച്യുതാനന്ദൻ്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്ത ഒരു സമര നൂറ്റാണ്ട് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? N പ്രഭാകരൻ, KV സുധാകരൻ, MS ശ്രീകുമാർ. 18 ഉത്തരം ഏതാണ്? KV സുധാകരനാണ് കേട്ടോ, KV സുധാകരൻ. ഇനി നെക്സ്റ്റ്, 19ാം ഏഷ്യൻ ഗെയിംസ് പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയത് ഇന്ത്യ, ജപ്പാൻ, ബംഗ്ലാദേശ്, മലേഷ്യ. 19 ഏതാണ്? ഓപ്ഷൻ എ 19 ഓപ്ഷൻ എ ഇന്ത്യയാണ്. മഴവില്ലിൻ്റെ അകവക്കിലെ നിറം എന്താണ്? തരംഗദൈർഘ്യം കൂടുതലാണ്, ആവൃത്തി കുറവാണ്, ഊർജം ഏറ്റവും കുറവാണ്, ആവൃത്തി കൂടുതലാണ്. 20 ഉത്തരം ഏതാണ്? 20 ഉത്തരം ഡി ആണ്. ആവൃത്തി കൂടുതലാണ് കേട്ടോ. നെക്സ്റ്റ്, ഒരു ബാർ കാന്തത്തിൻ്റെ കാന്തശക്തി എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും. ഉത്തരധ്രുവത്തിൽ കൂടുതലായിരിക്കും, ദക്ഷിണ ധ്രുവത്തിൽ കൂടുതലായിരിക്കും. 2 ധ്രുവങ്ങളിലും ഒരേ കാന്തശക്തി ആയിരിക്കും. 21 ഏതാ ഉത്തരം? ഇത് നമ്മളെ UP എക്സാമിന് വന്നോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഡി ആണ്. 2 ധ്രുവങ്ങളിലും ഒരേ കാന്തശക്തി ആയിരിക്കും എന്നുള്ളതാണ് ഉത്തരം. ഇനി ചോദ്യം 22, ഒരു പെരിസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്നത് താഴെ കൊടുത്തവയിൽ ഏതാണ്? കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, പ്രിസം, കോൺകേവ് മിറർ. 22 ഏതാണ്? പെരിസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസമാണ്. ഏതാണ്? പ്രിസമാണ്. ഇനി നെക്സ്റ്റ്, ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്? കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. 23 ഉത്തരം ഏതാണ്? കോൺവെക്സ് ലെൻസാണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ശുദ്ധജലത്തിൽ ഹൈഡ്രോമീറ്റർ ഇട്ടാൽ അങ്കനം? 1, 1-ൽ കൂടുതൽ, 1-ൽ കുറവ്, ഡി 2. 24 ഏതാ വരിക? ഉത്തരം എ ആണ് കേട്ടോ. ഉത്തരം എ 1 എന്നാണ് ഉത്തരം. ജലത്തിൽ നിന്ന് വായുവിലേക്ക് കടക്കുന്ന പ്രകാശരശ്മിക്ക് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കണമെങ്കിൽ പതന കോൺ എത്ര ആയിരിക്കും? 25 സി ആണ് കേട്ടോ ഉത്തരം. ഏതാണ്? 48.6 ഡിഗ്രിയിൽ കൂടുതലായിരിക്കണം ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകമിറക്കിയ രാജ്യം? 26 ഇന്ത്യ, ചൈന, USA, റഷ്യ. ഉത്തരം ഏതാണ്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകമിറക്കിയത് ഇന്ത്യയാണ് കേട്ടോ. നമ്മളാണ് ആദ്യമായി പേടകമിറക്കിയത്. ഓക്കെ.